എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസമാണ് കിംബോമിന്റെ ആന്റി സാഗിയെ പിടിച്ചെടുത്തിട്ട് ചോദ്യം ചെയ്യും. എടാ ചതിയ, ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ എത്ര സമയം അവിടെ വെയിറ്റ് ചെയ്ത് നാണം കിട്ടുന്നറിയാം, നീ എന്താണ് എന്റെ ഫോൺ എടുക്കാത്ത? എന്നിട്ട് ഇവർ ചോദിക്കുമ്പോഴാണ് അവനും, അയ്യോ ആന്റി എനിക്ക് റേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്ത. പിന്നെ പൈസ ഇല്ല, അത് എന്റെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഞാൻ ബാങ്കിൽ ഇട്ടുപോയി, കാരണം നിങ്ങളാരും മുമ്പേ പറഞ്ഞില്ലല്ലോ അഡ്വാൻസ് ഒക്കെ ചോദിക്കുന്നു, അതുകൊണ്ട് ഇനി പതിയെ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് പുറേ നിൽക്കുന്ന കിംബോമിന് സംശയം വരും, സത്യത്തിൽ ഇവന്റെ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ ആ കാര്യമൊക്കെ ജിന്നിനോടും കസിനോടും ഷെയർ ചെയ്യുമ്പോഴാണ് അവരാണ് എങ്കിൽ പിന്നെ അന്ന് പൈസ എടുത്തോണ്ടോ കള്ളൻ തിരിച്ചവന്റെ കൊടുത്തില്ലെന്ന് ഉറപ്പാക്കും. അപ്പൊ ഇത്രയും ദിവസം നമുക്ക് ശമ്പളം തന്നെങ്കിൽ അത് അവന്റെ പൈസ എടുത്തന്നേന്ന് പറഞ്ഞ് ഇവരൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവസാനം അവർക്ക് പിടിയിടുന്ന ഇപ്പൊ സാഗ്യ പാർട്ട് ടൈം ജോബിന് പോയി പൈസ ഉണ്ടാക്കുവാന്ന്. ഒരു അതും അല്ലെങ്കിൽ അവൻ തെണ്ടാൻ ഇറങ്ങിയെന്ന് പറഞ്ഞ് ഇവരൊക്കെ അവനോർത്ത് വിഷമിക്കും. അതിനുശേഷം ഇവിടെ ചെയ്യാങ്ങും നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ട് അവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവന്മാരാണ് ഇവൻ ഒറ്റയ്ക്കാണ് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ വന്നും ചോദിക്കും. അപ്പോഴാണ് ചെയ്യാങ്ങും, ഗൈസ് നമ്മളൊക്കെ ഒരേ ടീമല്ലേ, ഞാൻ തെറ്റിച്ചാലും നിങ്ങളുടെ പേരും ചീത്തയാത്തുള്ളൂ, അതുകൊണ്ട് ഇത് ബിസിനസ് ആയിട്ട് നിങ്ങൾ കാണും, എന്നെ വീഴ്ത്താൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിങ്ങളെ ബാധിക്കും എന്നിന് അവനും പറഞ്ഞിട്ട് അവസാനം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ സാഗ്യം ആ ഡെലിവറി ചെയ്യുന്ന കടയിൽ ഒന്ന് പാർട്ട് ടൈം ജോലി നിൽക്കുമ്പോഴാണ് അയാളാണ് ഒരു സ്കൂൾ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇവനെ കുറെ ഓർഡർ ഇങ്ങനെ കൈ തന്നേക്കും. അപ്പോഴാണ് അവനും ഇത്ര സാധനം ഇനി വീണ്ടും നടന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ ഷോക്ക് അടിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഒരു പെങ്കൊച്ച് ബൈക്ക് വന്നിറങ്ങിയിട്ട് ഇവന്റെ അരിക്കുന്ന പാർസലൊക്കെ വാങ്ങിച്ചു വയ്ക്കും. അപ്പോഴാണ് അവനും, എക്സ്ക്യൂസ് മീ മാം, ഇത് എന്റെ സാധനം, എവിടാണ് നീ കൊണ്ടുവന്ന്? ഏതിന് അവനും ചോദിക്കുമ്പോൾ ഇവളാണ് ഒന്നും പറയാതെ നിന്റെ ഡെലിവറി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അത് വേറെ ആരുമില്ല, കിംബം തന്നെയാ. ഇതേ സമയം വീട്ടിൽ ആന്റി അവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിന്നാണ് ഇത് കണ്ട് അടുത്തേക്ക് വന്നിട്ട് ഇതെന്റെ ഫേവറേറ്റ് ഫ്രൂട്ടാന്ന് പറയും. അപ്പോഴാണ് ആന്റിയും, അതിനിപ്പോ ഞാൻ എന്താവണം, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. എന്നിന് ആന്റി അവനോട് ദേഷ്യത്തിരിക്കുമ്പോൾ ഇവനാണ് ദേഷ്യമൊക്കെ ആഹാരത്തിൽ കാണിച്ചുവിടെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ജിന്നിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അവന്റെ കാർ വരുന്നത്. അങ്ങനെ അവൻ അകത്തേക്ക് കയറി ഇരിക്കാൻ പോകുമ്പോഴാണ് കസിനാണ് ഇത് കണ്ട് മേടിച്ചിട്ട്, എടാ നിനക്ക് ലോൺ തന്നമാര് വീണ്ടും നിന്നെ പിടിച്ചോണ്ട് പോകാൻ നോക്കുന്നോ, ഞാൻ എന്നെ സമ്മതിക്കത്തില്ലടാ എന്നിന് ഇവളും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ജിന്നാണ് അങ്ങേര് വെറുതെ ഇടാൻ പറയും. പക്ഷെ അവളാണ് ഇവന്മാരെയൊക്കെ പേടിപ്പിക്കണം എന്ന് പറഞ്ഞ് അവൾ അവിടെ ചീത്ത വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവനും പറഞ്ഞ് മനസ്സിലാക്കും ഇവൻ ആരുടെ അടുത്തും കടമൊന്നും വാങ്ങിച്ചിട്ടില്ലെന്ന്. അങ്ങനെ അതുകൊണ്ട് അതും പറഞ്ഞ് അവൻ പോകാൻ നോക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് ആന്റി അവിടെ കൂടെ എത്തിയിട്ട്, എടാ എന്റെ മകളെ നീ വെറുതെ പറ, പാവാ പയ്യനെ നീ കിഡ്നാപ്പ് ചെയ്തിട്ട് പോകാൻ നോക്കുന്നോ, എടാ ജിൻ നീ പുറത്തേക്ക് ഇറങ്ങിയോടാ എന്നിന് ആന്റിയും വിളിക്കുമ്പോൾ ഇവിടെ ജിന്നാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നല്ല ആന്റി എന്ന് പറഞ്ഞ് അവരെ സമാനപ്പെടുത്താൻ നോക്കും. പക്ഷെ അവരാണ് ഇവനെ സുരക്ഷയായിട്ട് നോക്കിക്കൊണ്ട് അവന്റെ ആൾക്കാരെ പേടിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ കസിൻ ആന്റിയും കൂടെ ഞങ്ങളുടെ ജിന്നിന്റെ അടുത്തുനിന്ന് മാറിപ്പോയിക്കോന്ന് പറഞ്ഞ് അവര് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ജിന്നാണ് മൊത്തം ടച്ചായി പോയിട്ട് അവന്റെ ആൾക്കാരെ അങ്ങ് പറഞ്ഞേക്കും. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് രാത്രി സാഗ്യം കിട്ടി പൈസയൊക്കെ നോക്കുമ്പോഴാണ് അവന് കുറച്ചേ കിട്ടി കാണത്തുള്ളു. അതിനുശേഷം അവനും മറ്റേ റിപ്പോർട്ടറിനെ വിളിച്ച് വേറെല്ലാം ഷോ ഉണ്ടെന്ന് തിരക്കുമ്പോഴാണ് അങ്ങേരാണ് ഇപ്പൊ തൽക്കാലം ഒരു ഷോ ഇല്ലെന്ന് പറഞ്ഞ് അങ്ങേര് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചോണ്ട് അവന്റെ ഗിത്താർ വിൽക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അവന് ഫോണിൽ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഗിത്താർ 10 കോടി എന്ന് പറഞ്ഞ എഴുതി വെച്ചേക്കും, കാരണം അവൻ യൂസ് ചെയ്തോണ്ട്. അപ്പോഴാണ് അടുത്ത സെക്കൻഡ് തന്നെ ഇവനൊരാൾ മെസ്സേജ് അയച്ച് 10 കോടി കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാന്ന് പറയും. അപ്പോഴാണ് അവനാണ് ഷോക്കായിട്ട്, എന്റെ പോൻ അതിനു മുമ്പ് 10 കോടി തരാന്നോ, എങ്കിൽ പിന്നെ ഇവനെ വെറുതെ വിടല് എന്നിന് അവന് മെസ്സേജ് അയച്ച് എവിടേക്ക് വരണം ചോദിക്കുമ്പോൾ ഇവരുടെ കോളേജിന്റെ അടുത്തേക്ക് വരാൻ പറയും. അതുകൊണ്ട് അവന് സന്തോഷത്തി ആ ഗിത്താർ എടുത്തിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇവനെ സംശയം കാണും ഇത് ഫേക്ക് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് അവന് ഫോൺ വിളിക്കുമ്പോഴാണ് കാർ ഇരുന്ന ഒരാളാണ് ഇവനെ നോക്കിക്കൊണ്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് 10 കോടി അയച്ചു തരും. അങ്ങനെ അത് കണ്ട് അവനാണ് ഞെട്ടിപ്പോയിട്ട് സത്യത്തിൽ 10 കോടി നിങ്ങൾ എനിക്ക് തരുവാണെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് ചോദിക്കുമ്പോൾ അയാളാണ് 10 കോടി കൊടുത്ത് ഗിത്താർ വാങ്ങിച്ചാലും ഈ ഗിത്താർ ഇവന്റെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. കാരണം ആ ഗിത്താർ വാങ്ങിച്ച ആൾ ഇവന്റെ ഒരു ഫാനാ, അതുകൊണ്ട് ഇവന്റെ തന്നെ ഇരുന്ന് പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ സാഗിക്ക് ബായ് പറയും. അപ്പോഴാണ് കാണിക്കുന്ന ഈ 10 കോടി കൊടുത്ത് വേറെ ആരുമല്ല ജിന്നാണ്, കാരണം ഈ ദരിദ്രവാസി അത്രയ്ക്ക് റിച്ച് ആണ്. അങ്ങനെ അടുത്ത ദിവസം ഈ പൈസ ആയിട്ടൊക്കെ സാഗി ആന്റിയോടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ആന്റിയാണ് അവരുടെ മനസ്സ് മാറ്റിയിട്ട് ഇനി ഫ്രിഡ്ജ് ഒന്നും വാങ്ങിക്കുന്നില്ലെന്ന് പറയും. അതോടെ അവനാണ് സന്തോഷത്തി, എക്സലന്റ്, ഇങ്ങനെ വേണം ബുദ്ധിശാലിയൊക്കെ ആലോചിക്കാൻ, എങ്കിൽ പിന്നെ നിനക്ക് പൈസ ഉണ്ടല്ലേ എന്നിന് അവനും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ആന്റിയാണ് അവന് പോകാൻ സമ്മതിക്കാതെ, വെയിറ്റ് ചെയ്യ്, ഞാൻ ആ പൈസക്ക് കിംബമ്മിന്റെ കോളേജിലെ ഫീസൊക്കെ അടയ്ക്കണം, അതുകൊണ്ട് ആ പൈസ എനിക്ക് ആവശ്യമുണ്ട്, കൂടാതെ ഞാനിപ്പോ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു ഇതിന്റെ പൈസക്കാരും എടുക്കും എന്നിന് ഇവനും പറഞ്ഞ ഉടനെ ഇവനാണ് നിങ്ങൾ ഫ്രിഡ്ജിന് വരെ പൈസ എല്ലാം ഡ്രസ്സിൽ ചെലവാക്കിയെന്ന് പറഞ്ഞ് അവൻ ഷോക്കാവും. അതിനുശേഷം അന്ന് രാത്രി സാഗിയെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ മാനേജറാണ് ഇവനെ കഴിക്കാൻ വേണ്ടി ഫുഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഇവ മൊത്തം ക്ഷീണിച്ചോ എന്നറിയും. അങ്ങനെ ഫുഡ് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോയിക്കോന്ന് മാനേജർ പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് സാഗിയാണ് ഇവനോട് ഒരു ആവശ്യം ചോദിക്കും. അതായത് 6 വർഷം മുമ്പ് ഒക്ടോബർ 19 മിസ്റ്റർ ജോ ആശുപത്രിയിലായിരുന്നോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ചിലപ്പോൾ അവർ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്താണ്, എന്നാലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവനും ചോദിക്കുമ്പോൾ മാനേജറാണ് ഞാൻ കണ്ടുപിടിച്ചരാന്ന് പറഞ്ഞ് അങ്ങേര് അവിടെ നിന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസം ഇവിടെ ചെയ്യങ്ങും അവന്റെ അച്ഛനോട് ഇവനെ പോലെ തന്നെ കിംബോമിനെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ അച്ഛനെ കട്ടദേശിയെത്തി നിനക്ക് ഇപ്പോഴും അവളെ മറക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് ഇവനോട് ചൂടാകും. അപ്പോഴാണ് അവനും അവൾ എന്തിനാ അച്ഛൻ അത്രയും വെറുക്കുന്നതെന്ന് പറഞ്ഞ് മറ്റേ അനാഥയാന്നുള്ള റീസൺ ഒന്നും പറയണമെന്ന് പറയും. അപ്പോഴാണ് അച്ഛനും ഭയങ്കര ദേഷ്യത്തി, ഹോ ഇതിനൊക്കെ വേണ്ടി ഞാൻ ചോറ്
വായി വാരി തരുക, എന്നിട്ട് നീ അവളുടെ പുറകെ പോന്ന്. നിനക്കൊക്കെ മനസാക്ഷി ഉണ്ടോടാ? ഇത്ര സിമ്പിൾ ആയിട്ട് നിന്നെ ആരെങ്കിലും ഫേമസ് ആക്കുവോ? നിനക്ക് അവളല്ലാതെ വേറെ ആരും കിട്ടില്ലേ എന്ന് നിവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അവനാണ് ദേഷ്യപ്പെട്ടിട്ട് അച്ഛൻ എന്തിനാ അവൾ അത്ര വെറുക്കുന്നതെന്ന് അറിഞ്ഞ് ഹൊരേഷ് ഇത് കാരണമാണോ സാഗി അന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൻ ചോദിക്കും. അതോടെ അവന്റെ അച്ഛനും ദേഷ്യത്തി ആ ഗ്ലാസ് പൊട്ടിക്കുമ്പോൾ ഇവൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോരരുന്നിട്ട് അവനും പേടിച്ചിട്ട് ആദ്യം മരുന്നിടാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന്റെ അച്ഛനും, എടാ നിന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും നിനക്ക് ഈ ചോരയെ കണ്ട് പേടിയാണോ? ഞാൻ പറയുന്ന കുറച്ച് നിനക്ക് ദേഷ്യം വരാം, പക്ഷെ സമയം തോറും ഇതൊക്കെ നീ മറക്കണം എന്നിന് അവന്റെ അച്ഛനും അവൻ അഡ്വൈസ് ചെയ്ത് പറഞ്ഞേക്കും. അതിനുശേഷം സാഗിയാണ് ജോയിനെ കാണാൻ വന്നേക്കുന്ന കാര്യം അറിഞ്ഞ് ടേയാങ്ങിന്റെ അച്ഛന് നേരെ അവിടെ ചെല്ലും. അപ്പോഴാണ് സാഗി അവരോടൊക്കെ, ഗൈസ് നിങ്ങൾക്ക് എന്തോ വിചാരിച്ചേ ഞാൻ ആശുപത്രിയാന്ന് കണ്ടുപിടിച്ചോണ്ട് ഈ കേസ് സോൾവ് ആയെന്നാണ്. പക്ഷെ നിങ്ങൾ കാരണം തന്നെ ഞാനിപ്പോ മനസ്സിലാക്കി നിങ്ങൾ രണ്ടുപേരും ആ ദിവസം ആശുപത്രി ഇഞ്ചുറിക്ക് മരുന്നിട്ടോണ്ടിരുന്ന അതിന്റെ റീസൺ കാർ ആക്സിഡന്റ്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് ടേയാങ്ങിന്റെ അച്ഛനും പേടിച്ചിട്ട് ചുമ്മാ വായ്ത്താളടിക്കാൻ നിന്റെ പ്രൂഫ് ഉണ്ടോ? ഏതിന് അയാൾ ചോദിക്കുമ്പോഴാണ് അവനും, പ്രൂഫോ? പിന്നല്ലാതെ നിങ്ങൾ കുറെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്താണ്. പക്ഷെ നിങ്ങൾ പോയ ആശുപത്രി ഞാൻ കുറെ ക്യാൻസർ പേഷ്യന്റിന് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടുത്തെ ഡോക്ടർ എനിക്ക് നല്ല പരിചയം. അങ്ങേര അന്ന് നിങ്ങൾ ട്രീറ്റ് ചെയ്ത്, അതുകൊണ്ട് അയാൾ തന്നെ ഒന്ന് സാക്ഷി പറയും എന്നിന് ഇവനും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഇവിടെ ജോയാണ് പേടിച്ചിട്ട് ഇത് വലിയ പ്രശ്നമാക്കല്ലെന്ന് പറഞ്ഞ് സാഗിയോട് മാപ്പ് വയ്ക്കും. അപ്പോഴാണ് ടേയന്റെ അച്ഛനാണ് ദേഷ്യത്തി, എടാ നിനക്കെന്തോ വട്ടാണോ? നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിന് ടേയന്റെ അച്ഛൻ പറയുമ്പോൾ തന്നെ ജോ അങ്ങേരെ മൈൻഡ് ചെയ്യാതെ സാഗിയോട് മാപ്പ് വയ്ക്കും. അന്ന് കിംബോമിന്റെ അമ്മ ഇടിച്ചിട്ട് പോയത് തെറ്റാന്ന്, അങ്ങനെ അതുകൊണ്ട് ഇത് കേസാക്കിയ കിംബോമായിരിക്കും പിന്നെ വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ ഇതിന്റെ പുറകെ പോകണ്ടെന്ന് പറയുമ്പോൾ സാഗി അത് കേട്ട് പുച്ചത്തി, ഹലോ നിങ്ങൾ അതോർത്തൊന്നും പേടിക്കണ്ട, കിംബോമിന് നല്ല ധൈര്യമുണ്ട്, അതുകൊണ്ട് അവളൊന്നും ഇത് കാരണം തളർന്നൊന്നും പോകത്തില്ല. കൂടാതെ നിങ്ങൾ ചെയ്ത കാര്യം അറിഞ്ഞിട്ട് ഞാൻ വെറുതെ നിന്നാല അവൾ ദേഷ്യപ്പെടുന്നത്, അതുകൊണ്ട് നമുക്കിനി ജയിലിൽ വെച്ച് കാണാം കേട്ടോ. എന്നിന് അവനും പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയ ഉടനെ ഇവ രണ്ടുപേരും മൊത്തത്തിൽ പെട്ടുപോകും. അതിനെ ശിവനും പുറത്തേക്ക് വരുമ്പോഴാണ് ടേയങ്ങാണ് ഇവനെ കണ്ടിട്ട് ഇവന്റെ അച്ഛൻ ഇപ്പം അകത്തിരിക്കുമെല്ലാം ചോദിക്കും. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞ് അവന് ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പോൾ സാഗിയാണ് അതിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചെന്ന് പറഞ്ഞ് അവൻ മൈൻഡ് ചെയ്ത് പോകാൻ നോക്കും. അപ്പോഴാണ് ടേയങ്ങ് ദേഷ്യത്തി, ഇല്ല അത് നീ തന്നെ എന്നോട് പറയണം, എന്റെ അച്ഛനെ നീ ദേഷ്യപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിന് ടേയൻ ചോദിക്കുമ്പോഴാണ് സാഗിയാണ് കിംബോമിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇവന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞ് അവനോട് നിന്ന് പോകും. അങ്ങനെ ടേയങ് അവിടെ നിന്ന് നേരെ അവന്റെ അച്ഛനോട് ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവന്റെ അച്ഛനും ജോയും കൂടെ സംസാരിക്കുന്ന അവനെല്ലാം കേൾക്കും. അപ്പോഴാണ് അവന്റെ അച്ഛനും, നീ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് ഇടിച്ചതിന് ഞാൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് ജോയെ വഴക്കുറയുമ്പം ജോയാണ് തിരിച്ച്, നീ വെള്ളം അടിച്ചിട്ട് എന്റെ അടുത്ത് നിന്ന് ഉറങ്ങി കിടക്കുമല്ലായിരുന്നെന്ന് പറഞ്ഞ് ടേയങ്ങിന്റെ അച്ഛനെ വഴക്കുറയും. അങ്ങനെ അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും അവളുടെ അമ്മയെ രക്ഷിക്കാൻ തോന്നി, പക്ഷെ നീയോ അവളെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നീയല്ലേ ഒറ്റയ്ക്കാക്കിട്ടെന്ന് എന്നിന് അവർ തമ്മിൽ പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ഇതെല്ലാം ടേയങ്ങ് കേട്ടോണ്ടിരിക്കും. അതിനുശേഷം അവന്റെ അച്ഛനാണ് സംശയത്തെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ ടേയങ് അവിടെ കാണത്തില്ല, കാരണം അവ സൈഡിൽ നിന്ന് ഒളിച്ച് കേട്ടോണ്ടിരിക്കുക. അതിനുശേഷം ടേയങ്ങിന്റെ അച്ഛനാണ്, എന്തായാലും നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല, ഇനി അവന് പോലീസ് സ്റ്റേഷനിൽ എവിഡൻസോടെ കൊണ്ട് കാണിക്കുവാണ് നമ്മളുടെ ജീവിതം ജയിലിലായിരിക്കും എന്ന് പറഞ്ഞ് അതിനു മുമ്പേ തന്നെ സാഗിയെ തീർത്തളയാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ടേയങ്ങും സത്യത്തിൽ അവന്റെ അച്ഛനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനൊന്നും വിശ്വസിക്കാൻ പറ്റാതെ താഴേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോഴാണ് ഇവനെ നോക്കി ഒരു വണ്ടി ഇടിക്കാൻ വരുന്നത്. അങ്ങനെ അവസാനം ജീനയായിരിക്കും ഇവനിത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവനെ സുരക്ഷിതാക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് വന്ന സാഗിയോട് റിപ്പോർട്ടറാനെ ഫോൺ വിളിച്ച് ഇവന് പുതിയ TV പെർഫോമൻസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവ സന്തോഷത്തി ഈ കാര്യമൊക്കെ മറ്റുള്ളവരോടൊന്ന് പറയുമ്പോഴാണ് അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് എത്ര വലിയ ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞ് അവരൊക്കെ ഹാപ്പി ആകും. അപ്പോഴാണ് സാഗിയും നമ്മൾ TV പെർഫോം ചെയ്യാൻ പോകുന്നത് ക്രൗൺ ബാൻഡിന്റെ ഗസ്റ്റ് ആയിട്ടാന്ന് പറയും. അങ്ങനെ നമുക്ക് മുമ്പേ തന്നെ നമ്മുടെ കോളേജിലെ മറ്റേ ബാൻഡ് ഞാൻ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ് അവർക്ക് ആക്സിഡന്റ് ആയതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന നിവൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവെല്ലാം ഷോക്ക് അടിക്കുന്നത്. അങ്ങനെ കിംബമും എങ്കിൽ പിന്നെ പോകണ്ടെന്ന് അവൾ പറയുമ്പോൾ സാഗി ആ തീരുമാനത്തിന് നിൽക്കും. അപ്പോഴാണ് ഇതേട്ട് കസിനാണ്, എന്തായാലും ടേയങ് ചെയ്ത് തെറ്റ് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും അവൻ നമ്മളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണോ ഉള്ളത്, നമുക്ക് തന്നെ പെർഫോമൻസ് കിട്ടുന്ന വലിയ പാടാ എന്നിനെ കസിനും ചൂടായ ഉടനെ ജിന്നെ കൂടച്ചും സപ്പോർട്ട് ചെയ്ത് ഇവരെ വരാൻ വേണ്ടി പറയും. അതിനുശേഷം അവസാനം കിംബമും എങ്കിൽ പിന്നെ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൾ ഓക്കെ പറയും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ TV പെർഫോം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇവരുടെ ഗെറ്റപ്പിനെക്കാളും ആന്റി ആയിരിക്കും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് അവിടേക്ക് വരുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം ഷോക്കായി ഇതെന്തൊരു കോലം എന്ന് പറഞ്ഞ് അവരെ നോക്കുമ്പോൾ അവരാണ് TVക്കകത്ത് വരുമ്പോൾ ആരെല്ലാം എന്നെ കണ്ട് വിളിക്കുവാണ് എനിക്ക് സിനിമയിൽ കയറാൻ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ഇവരിലെ ഇപ്പൊ അവിടേക്ക് ചെല്ലും. അതേസമയം ടേയങ്ങിന്റെ അച്ഛനും ജോയും കൂടെ ഇന്ന് സാഗിയെ വിളിച്ചു വരുത്തിയത് അവനെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാനാണ്. അങ്ങനെ ഈ കാര്യം ഒന്നും അറിയാതെ ടേയങ്ങും അവന്റെ ടീം മെമ്പേഴ്സായിട്ട് ആ TV ഷോയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇവൻ അറിയാൻ വരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് അവിടേക്ക് വരുന്ന ഇവന്റെ കോളേജിലെ മറ്റേ ബാൻഡ് അല്ല സാഗിയുടെ ബാൻഡാണ്. അങ്ങനെ അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് അവര് നോക്കുമ്പോൾ അവിടെ കിംബമും സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിന് താങ്ക്സ് പറഞ്ഞിട്ട് അവരിന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന ടേയങ്ങായിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരു പാട്ടാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവർ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ടേയങ്ങിന് പിടികിട്ടി ആ മിസ്റ്റർ ജോയുടെ ബോഡി ഗാർഡ് അവിടെ നിൽപ്പുണ്ടെന്ന്. അങ്ങനെയാണ് സാഗിയെ കൊല്ലാനാ പ്ലാൻ എന്ന് പറഞ്ഞ് അവൻ ആ ഗിത്താറിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഓടി ചെന്ന് സാഗിയെ രക്ഷിക്കും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് ഫൈനൽ എപ്പിസോഡിൽ കണ്ടറിയാം. We were running
Thank you.